സഫലിമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് അൽ നഹദ എന്ന് പറയുന്ന ദുബായിയുടെ അൽ നഹദ എന്ന് പറയുന്ന പ്രദേശത്താണ്. അൽ നഹദ എന്ന് പറയുമ്പോൾ അറിയാം, ഇവിടെ എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം, മലയാളികളെ കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ് അൽ നഹദ. കിസൈസ്, ഇവിടെ കിസൈസിൽ തന്നെ ഷേഖ് കോളനി, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നവരാണ് കൂടുതലും. ബിസിനസ്സുകാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ സൈലൻ്റായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് അൽ നഹദ. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന രണ്ട് പേർ. അവർ ജീവിതത്തിൽ ഒരുമിച്ച് ചേരുകയും ഒന്നിച്ച് നിന്ന് ജീവിതത്തിൻ്റെ വിജയത്തിന് ഒരുമിച്ച് ഒപ്പം കൂടെ നിന്ന് പിന്തുണ നൽകിയവരാണ്. തിരുവനന്തപുരം കല്ലറ സ്വദേശി സുലൈമാൻ ഖാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി റസീന മാഡമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. തീർച്ചയായും 1987 സുലൈമാൻ ഖാ ആദ്യമായിട്ട് ഈ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടൈലറിങ്, കഴിഞ്ഞ 3 വർഷമായി ഒരു ടൈലറിങ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു വരികയാണ് റസീന മാഡം. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ആ പ്രവാസ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് സുലൈമാൻ ഖായും റസീന മാഡത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. നോമ്പാണ് അല്ലേ? നോമ്പിന്റെ ഒരുപാട് കാലം, ഇവിടുത്തെ 40 വർഷത്തോളമായി അല്ലേ? 40 വർഷത്തോളമായി. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാടിനേക്കാൾ ഏറ്റവും കൂടുതൽ നോമ്പുമായി അടുത്ത പരിചയം എന്ന് പറയുന്നത് പ്രവാസം തന്നെ. ഏറ്റവും കൂടുതൽ കാലം അതെ നോമ്പ് അനുഷ്ഠിച്ചത് ഗൾഫിൽ തന്നെ. 1987 ലാസ്റ്റില് ഇവിടെ റാസൽ കൈമയിൽ വന്നു. ഫസ്റ്റ് വരുന്ന റാസൽ കൈമ. അതെ. അപ്പൊ കല്ലറ എന്ന് പറയുന്ന അവിടെയാണ് ജന്മദേശം. കല്ലറ എന്ന ഒരു 7 കിലോമീറ്റർ മാറിയിട്ട് ചെറുവാളം എന്ന സ്ഥലമാണ്. ചെറുവാളം എന്ന് പറയുന്നത് അവിടെയാണ് കുടുംബ ജനിച്ചത്. ഉപ്പാടെ പേര് മുഹമ്മദ് ഇബ്രാഹിം. എത്ര മക്കളാണ്? നമ്മള് 12 പിള്ളേരാണ്. 12 മക്കളിൽ ഏറ്റവും ഞാൻ അതില് 5ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ അന്ന് സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നേരെ ഗൾഫിലേക്ക്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ഗൾഫിലേക്ക് വന്നൊരു. വിവാഹം കഴിച്ചത് മങ്ങാട്, കുമ്മൾ മങ്കാട്. അതായത് മുക്കുന്നം കിളിമാനൂരിനടുത്ത് മുക്കുന്നം എന്ന് പറയുന്നത് അവിടെയാണ് അല്ലേ? മുക്കുന്നതിനും കുമ്മളിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഈ മങ്കാട്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിസിനസ് രംഗത്ത് ഒരിക്കലും ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, ബിസിനസ് ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്താണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാം നല്ല സേഫായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം. അതിന് മുന്നേ നമുക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു, എല്ലാ പാർട്ട്ണർഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പിന്നെ ദുബായിൽ വന്ന ഒരു കമ്പനി ജോലി ചെയ്തു. ആ ജോലി തന്നെയാണ് സുലൈമാൻ ഖാ സ്റ്റിക്ക് ഓൺ ചെയ്തത് അല്ലേ? അവിടെ എന്തായിട്ടായിരുന്നു തുടക്കം ജോലിയിലേക്ക് കയറുന്നത്? ആദ്യത്തെ 4.5 വർഷം എന്ന് പറയുന്നത് റാസുഗമിൽ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് സെയിൽസ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് ദുബൈയിൽ വന്നത് പബ്ലിക് റിലേഷൻ മാനേജറായിട്ട് ഒരു ട്രാൻസ്പോർട്ടിങ് കമ്പനിയിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ന്യൂസിലാൻഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ആങ്കർ മിൽക്കിൻ്റെ പബ്ലിക് റിലേഷൻ മാനേജറായിട്ട് 1996 ഒക്ടോബർ 1 അതിൽ ജോയിൻ ചെയ്ത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു. 3 മക്കളാണ്. മൂത്തത് മകളാണ്, മോനാണ്. പേര് അനസ് വിവാഹം കഴിഞ്ഞു. ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ? ഫാമിലി ആയിട്ടുണ്ട്, നമ്മളവിടെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ മകളുടെ പേര് അമീനയും വിവാഹം കഴിഞ്ഞു, ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. മൂന്നാമത്തത് മകന്റെ പേര് അബ്ദുള്ള. ഇപ്പോ ഇവിടെ MBBS പഠിക്കുകയാണ്, 5ാമത്തെ വർഷം മൊൽദോവ. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും സുലൈമാൻ ഖായുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എത്രത്തോളമാണ്? 100% തന്നെയാണ്. അവർ കൂടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ? അതെ.
ഒരു ടൈലറിങ്ങിന്റെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് കരുതിയത് എന്തുകൊണ്ട്? ഇല്ല, വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ബോറ. നേരത്തെ തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ചെറുതിലേ ഇത് ഇത്തിരി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രൊഫഷനൊന്നും ആക്കിയില്ല. ഒരു ബിസിനസ്സിലേക്ക് അങ്ങ് പോകാമെന്ന് കരുതിയല്ലേ? അപ്പൊ ശരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടുകാരുടെ മാത്രം സ്റ്റിച്ചസ് അങ്ങനെയാണോ? ലേഡീസിന്റെ എല്ലാവരുടെ എല്ലാം അറബി കസ്റ്റമർ എല്ലാരും വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലേക്ക് പെരുന്നാള്, നോമ്പ്, ഇവിടെ എങ്ങനെയാണ് ഒരു സീസൺ ഒക്കെ സീസൺ വർക്കാ കൂടുതൽ വരുന്നത് അല്ലേ? പെരുന്നാള്, നോമ്പ്, ദീപാവലി, പിന്നെ വെക്കേഷൻ ആവുമ്പോ അങ്ങനെ. ഈ അൽനഹദ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളുടെ ഒരു വലിയൊരു ഏരിയയാണ് അല്ലേ? കാരണം മലയാളികളാണ് ഏറ്റവും കൂടുതൽ അൽനഹദ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും മലയാളികളുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ ഉപ്പായും ഉമ്മയാണ്. ഉമ്മ വളരെ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു. പക്ഷെ ഉപ്പ എന്ന് പറയുന്നൊരു ജീവിതത്തില്, സുരേഖയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അത് ഒരുപാട് നല്ലൊരു സ്വാധീനിച്ചിട്ടുണ്ട്. ഉണ്ട്. ഉപ്പ എല്ലാ കാര്യത്തിലും അല്ലേ? അത് അന്നത്തെ കാലങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ കണക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടം അല്ലല്ലോ. അതിനനുസരിച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അതെല്ലാം അറിഞ്ഞു തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്ക് എല്ലാം വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. അതെ അതെ. ഇത്തവണ കാലം ഉമ്മ വളരെ എത്ര പേരാണ് കുടുംബത്തിലുണ്ടായിരുന്നത്? 6 പേരാണ്. വളരെ 1.5 വയസ്സ് മരണപ്പെട്ടു അല്ലേ? പിന്നെ എല്ലാം ഉമ്മ ആയിരുന്നു എന്നൊക്കെ. ഉമ്മയും പിന്നെ മൂത്ത കാക്കായും. ഉമ്മ പിന്നെ ഇപ്പൊ ഉമ്മ നമ്മുടെ ഒപ്പം ഇല്ല. കഴിഞ്ഞ വർഷം റമദാന് മുമ്പായിരുന്നു. എത്രത്തോളമാണ് ആ ഉമ്മ ഇത്താടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഒരുപാട്. അവർ തന്നെയായിരുന്നല്ലോ വളരെ ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചതിന് ശേഷം കുടുംബത്തെ ചേർത്ത് നിർത്തിയതും മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചത് ഉമ്മ തന്നെയാണ് അല്ലേ? ആ ഒരു ഇത് മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനങ്ങളിടുന്ന മക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് അവരുടെ പ്രാർത്ഥനയും അവരുടെ ഒരു വലിയ ഇതും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വിജയം എന്ന് പറയുന്നത്. അല്ല, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതൊരു പരാജയമല്ല. ശരിക്കും ഈ രാജ്യം നമുക്ക് നൽകിയ സ്നേഹവും ഇവിടുത്തെ ഭരണാധികാരികളുടെ വിശാല മനസ്സും എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ? കാരണം സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്വത്തോടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അത് ഭരണാധികാരികൾ നമുക്ക് നൽകിയ വലിയൊരു പിന്തുണയാണ് അല്ലേ? എങ്ങനെ പോയാലും നമുക്ക് ആരെയും പേടിക്കാതെ, ഇപ്പം ഒറ്റയ്ക്കാണെങ്കിലും നമ്മളെ ഏത് രാത്രി വേണമെങ്കിലും പുറത്തിറങ്ങി പോകാൻ പറ്റും അല്ലേ? ഈ കഴിഞ്ഞു പോയ 40 വർഷത്തെ ഈ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുലൈമാൻകാക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? എല്ലാം ഭയങ്കര അനുഗ്രഹവും നേട്ടവും മാത്രമാണുള്ളത്. നന്ദി ആരും നന്ദി എന്ന് പറയുന്നത് നമ്മളെ ഈ നിലയ്ക്ക് എത്തിക്കാൻ ശ്രമിച്ച നമ്മളെ ജ്യേഷ്ഠന്മാരുണ്ട്, അവരുണ്ട്, മൂത്ത ജ്യേഷ്ഠന്മാരുണ്ട്, പിന്നെ നമ്മൾ വർക്ക് ചെയ്ത കമ്പനികളുണ്ട്, പിന്നെ ഇതിനെല്ലാം സൗകര്യങ്ങൾ ഈ രാജ്യത്തോടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നന്ദിയും കടപ്പാടും തന്നെയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് അപ്പുറം ഒന്നുമില്ല. അതെ, അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലേ? ഇപ്പൊ നമുക്ക് മക്കളും എല്ലാവരുമായിട്ടും കൊച്ചുമക്കൾ ഇപ്പൊ കൊച്ചുമക്കളായില്ലേ? കൊച്ചുമോളുണ്ട്, മോനുമോളായി, കൊച്ചുമോളാണ്, മോക്കള്ള അല്ലേ? അത് വളരെ സന്തോഷം. തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചു. താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും വളരെ കാരണം ഒരു സാധാരണക്കാരായ സുലൈഖായും റസീനാത്തായുടെ ജീവിത അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അതിൽ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് തീർച്ചയായും അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സഫലമി യാത്രയുടെ മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നവരെയും നന്ദി, നമസ്കാരം.